പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിൽ ഇന്ന് വിധിയില്ല. ശിക്ഷ വിധിക്കുന്ന തീയതി വാദത്തിനു ശേഷം തീരുമാനിക്കും. കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ, മൂന്നാം പ്രതി നിർമ്മല കുമാരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ കമലേഷ് തെക്കേക്കാട് വിശദാംശങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, ഇന്നാണ് വിധി പറയാനായി കോടതി ഈ കേസ് ഇന്നലെ കുറ്റക്കാരാണ് രണ്ടു പ്രതികൾ, ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും, അതായത് ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണ്, അമ്മയെ വെറുതെ വിട്ടു. ഇന്ന് വിധി പറയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ പ്രോസിക്യൂട്ടർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, സ്വാഭാവികമാണ്, പതിവായിട്ടുള്ള കാര്യമാണ്, വാദം പറഞ്ഞ ശേഷം എന്ത് ശിക്ഷ വിധിക്കണം എന്ന് അന്തിമ വാദം പറഞ്ഞ ശേഷമാണ് കോടതി വിധിയിലേക്ക് കടക്കുക. അപ്പോൾ ഇന്നേതായാലും വാദമുണ്ടാകും, പക്ഷേ വിധി ഇന്നുണ്ടാവില്ല എന്നാണോ കോടതിയിൽ നിന്ന് മനസ്സിലാവുന്നത്? ശരത്, പൂർണ്ണമായും ഈ സമയത്ത് അത് പറയാൻ കഴിയില്ല. ഈ തുടർവാദങ്ങളാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. ഈ ശിക്ഷ സംബന്ധിച്ച തുടർവാദങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ഇത് കേട്ടതിന് ശേഷമാവും കോടതി എപ്പോൾ വിധി പറയണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഒരു പക്ഷേ വേണമെങ്കിൽ, അത് കോടതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമാണ്, ഒരു പക്ഷേ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിധി പറയാം, അല്ലെങ്കിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവെക്കാനും കോടതിക്ക് അധികാരമുണ്ട്. ആ നിലയിൽ ഈ വാദം പൂർത്തിയായതിന് ശേഷമായിരിക്കും നമുക്ക് എപ്പോൾ ഇതിനകത്തൊരു വിധി ഉണ്ടാകും എന്ന കാര്യത്തിലൊരു തീരുമാനം വരികയുള്ളൂ. ഏതായാലും ഇന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും ശിക്ഷ സംബന്ധിച്ച തുടർവാദങ്ങളാണ് കോടതിയിൽ നടക്കുക. ഈ കേസിനെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം കോടതി ഈ കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മ, അതുപോലെ തന്നെ മൂന്നാം പ്രതിയായ നിർമ്മലകുമാരൻ, ഈ രണ്ടുപേരെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം കോടതി അംഗീകരിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ്റെ പ്രധാനമായും ഒരു വാദം എന്ന് പറയുന്നത് അപൂർവമായ ഒരു കേസ് എന്ന നിലയിൽ തന്നെ കണ്ടുകൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകുന്നതിനാവശ്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന ഒരു വാദമാവും ഒരു പക്ഷേ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുക. അതേസമയം പ്രതിഭാഗത്തിൻ്റെ വാദവും ഇന്ന് കോടതിയിൽ നടക്കും. ഈ പ്രതിയുടെ പ്രായം അടക്കം പരിഗണിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് നൽകുന്നത് സംബന്ധിച്ച ഒരു വാദമായിരിക്കും പ്രതിഭാഗം മുന്നോട്ട് വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഷാരോണിൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഷാരോണിൻ്റെ കുടുംബം, അച്ഛനും അമ്മയും ഷാരോണിൻ്റെ സഹോദരനും അടക്കമുള്ള കുടുംബം അല്പസമയം മുൻപ് കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഈ വിധി പ്രസ്താവം കേൾക്കുന്നതിന് വേണ്ടി. ഈ പോകുന്നതിന് തൊട്ട് മുൻപ് ഷാരോണിൻ്റെ സഹോദരൻ ഷിമോൻ രാജ് കൈരളി ന്യൂസിനോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കേസിൽ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഈ ഷാരോൺ രാജിൻ്റെ അമ്മയുടെ പ്രതികരണം തേടിയപ്പോൾ ഈ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും എന്ന ഒരു വാദമാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്ന് അവർ പിന്മാറുന്നുണ്ട്. ഈ മകൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ആ ഒരു വികാരത്തിൻ്റെ പുറത്താണ് അമ്മ കോടതിയെ സമീപിക്കും എന്ന ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത്. പക്ഷേ നിലവിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കോടതി നിലവിലുള്ള തെളിവുകളെല്ലാം പരിഗണിച്ച് ബോധ്യപ്പെട്ടതിനാലായിരിക്കണം ഒരു പക്ഷേ അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ കുടുംബം ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് പ്രധാനമായും പറഞ്ഞത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്, പ്രോസിക്യൂഷന്, അന്വേഷണ സംഘത്തിനെല്ലാം കുടുംബം നന്ദി പറയുന്നു. ഈ കേസിലുടനീളം കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും തയ്യാറായി. അതോടൊപ്പം മാധ്യമങ്ങളുടെ പിന്തുണയും ഈ ഷാരോൺ രാജിൻ്റെ കുടുംബം എടുത്തു പറയുകയാണ്. ഏതായാലും 11 മണിയോടുകൂടി കോടതിയിൽ ഇതിൻ്റെ ശിക്ഷ സംബന്ധിച്ച തുടർവാദങ്ങൾ ആരംഭിക്കും. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.